ഇതിനെ മാറ്റിമറിക്കാൻ നിനക്കും കഴിയില്ല, എനിക്കും കഴിയില്ല. അതായത് മുന്നോട്ട് പോ. നാരായണ നാരായണ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഹേ ദേവാധിദേവൻ ശിവശങ്കര, ഹേ ഭൂതനാഥ, ഹേ വിപൽ സംഹാരി ഭഗവാൻ പരമേശ്വര, എന്റെ ഈ വിപത്ത് അകറ്റൂ ഭഗവാൻ. ഞാൻ അവിടുത്തെ ശരണാർത്ഥിയാണ്. എന്റെ നാഥന് സൽബുദ്ധി നൽകണേ ഭഗവാൻ. എന്റെ നാഥന് സൽബുദ്ധി നൽകണേ ദേവേശ്വര. അദ്ദേഹം ദുർമാർഗത്തിൽ ചരിക്കുന്നത് തടയണേ. ദുർമാർഗത്തിൽ ചരിക്കുന്നത് തടയണേ. മതിയാക്കൂ എന്റെ ശത്രു ശിവനോടുള്ള ആരാധന. അയാൾ നിനക്ക് ഒരു ഗുണവും ചെയ്യില്ല. ഇല്ല സ്വാമീൻ, ഇത്തരം വാക്കുകൾ അങ്ങ് പറയരുത് സ്വാമീൻ. മറ്റൊരാളോട് ചെയ്യുന്ന അപമാനം പീഠയുടെ രൂപം ധരിച്ച് വളരെയേറെ പീഡിപ്പിക്കും. വിശ്വേശ്വരൻ ശിവനെ തന്റെ ശത്രുവായി മാനിക്കുന്നവന് മറ്റൊരു മിത്രവും ശേഷിക്കുന്നില്ല. അവന്റെ അന്ത്യം അത്യന്തം ദുഃഖസ്ഥിതിയിലാകുന്നു. ഞാൻ അവിടുത്തെ പത്നിയാണ്. എന്റെ സ്വാമിയെ ദുഃഖിതാവസ്ഥയിൽ കാണാൻ ഞാൻ ഇച്ഛിക്കുന്നില്ല. അതിനാൽ അങ്ങ് ശിവദ്രോഹിയാകരുത്. അങ്ങ് ശിവദ്രോഹിയാകരുത് സ്വാമിൻ. ശിവദ്രോഹി? പിന്നെ ശിവൻ? ഞാൻ ശിവദ്രോഹിയാകരുത്. നീ പതിദ്രോഹിയാകാൻ തയ്യാറാണ്. ഞാൻ ശിവദ്രോഹിയാകുന്നത് നിനക്ക് സഹിക്കാനാകില്ല. അപ്പോൾ നീ പതിദ്രോഹിയാകുന്നത് എനിക്ക് സഹിക്കാനാകുമോ? എന്നെ ധിക്കരിച്ച നീ എന്റെ മഹാറാണിയായിരിക്കാനുള്ള നിന്റെ അവകാശം കൂടി നഷ്ടമാക്കി കഴിഞ്ഞു. നാം ഇനി ഹിമാലയപുത്രി പാർവതിയെ നമ്മുടെ മഹാറാണിയാക്കും. മതിയാക്കോ. മാതാവ് പാർവതിയെ കുറിച്ച് ഇത്ര മലിന വികാരം പ്രകടിപ്പിച്ച് അവരെ കുറിച്ച് ഇത്രയും അശുദ്ധ വിചാരത്തോടെ സർവനാശം എന്തിന് വിളിച്ചു വരുത്താൻ ശ്രമിക്കുന്നു? ആരാണ് വരുത്തുക നമ്മുടെ സർവനാശം? എല്ലാവരുടെയും സർവനാശത്തിന് കാരണക്കാരനായ ഈ ജലന്ധരന്റെ സർവനാശം ആര് വരുത്തും? ശിവൻ? അഹങ്കാരം വ്യക്തിയുടെ ബുദ്ധിയെ കീഴ്പ്പെടുത്തുന്നു. ബുദ്ധിഹീന വ്യക്തിയുടെ വാണി നിയന്ത്രണം വിട്ടുപോകുന്നു. അയാൾ തന്റെ പരിമിത ശക്തിയെ നിസ്സീമമാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ നിസ്സീമമായ ശക്തിയുടെ ഉടമ കേവലം ഭഗവാൻ ശിവൻ മാത്രമാണ്. ഭഗവാൻ ശിവൻ. ഉടൻ തന്നെ നിനക്ക് ശിവന്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാകും. അപ്പോൾ പാർവതി നമ്മുടെ പാർശ്വത്തിൽ വന്നിരുന്നിരിക്കും. ഹേ വിധാത, ഈ ഭൂമി പിളരാത്തതെന്താണ്? ഈ ഭൂമി പിളർന്നു പോകട്ടെ, ഞാൻ അതിൽ ആണ്ടുപോകാം. എന്റെ മാർഗം തടയപ്പെടരുത്. അതിനാൽ അങ്ങനെ എന്തെങ്കിലും നീ ചെയ്യുക തന്നെ വേണം. പക്ഷേ എന്റെ വിവാഹത്തിന്റെ ശുഭാവസരത്തിൽ ഇത്തരം അശുഭകാര്യം ചെയ്തേക്കരുത്. പാർവതിയുമായി എന്റെ വിവാഹം നടന്നതിന് ശേഷം എന്തു വേണമെങ്കിലും ചെയ്തുകൊള്ളുക. മറക്കരുത് മഹാരാജൻ, ഞാൻ അസുരരാജൻ കാലനേമിയുടെ പുത്രിയാണെന്നത്. എന്റെ അവകാശവും സ്വാഭിമാനവും നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. നീ എന്താണ് ചെയ്യുക? പത്നി സർവദാ പതിയെ ബഹുമാനിക്കുന്നു. എന്നെ നിർബന്ധിക്കരുത്. എനിക്കെന്റെ പതിയെ അപമാനിക്കണമെന്നില്ല. എന്നെ അപമാനിക്കുന്ന വ്യക്തികൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? നീ കാലനേമിയുടെ പുത്രിയും എന്റെ പത്നിയുമാണ്. അതിനാൽ ഇത്രയും നേരം നിന്റെ പ്രലംബനം ഞാൻ സഹിച്ചു. അല്ലെങ്കിൽ ഇതിനു മുൻപേ നീ കാലന്റെ മരണകൊട്ടാരത്തിൽ പ്രവേശിച്ചിരിക്കുമായിരുന്നു. സ്വാമി, സ്വാമി. ഓം ദേവാധിദേവ ദേവേശ സർവപ്രാണഭൃതാം വര പ്രാണിനാമപി നാവശ്യതം മൃത്യുഞ്ജയ നമോസ്തുതേ. ഗുരുദേവ, ഓം ദേവാധിദേവ ദേവേശ
സർവപ്രാണഭൃതാം വരാ ഗുരുദേവ, പ്രാണിനാമപി നാപശ്യതം മൃത്യുഞ്ജയ നമോസ്തുതേ. ഗുരു ശുക്രാചാര്യ, ഓം അങ്ങയുടെ പരമശിഷ്യൻ ജലന്ധരൻ ദേവേശ അങ്ങയെ പ്രണമിക്കുന്നു. സർവപ്രാണഭൃതാം വരാ പ്രാണിനാമപി നാപശ്യതം മൃത്യുഞ്ജയ നമോസ്തുതേ. ഓം ദേവാധിദേവ ദേവേശ ഗുരു, സർവപ്രാണ അങ്ങയുടെ ഈ കഠോര പൂജ, പ്രാണിനാമ എന്നോടുള്ള അശ്രദ്ധ, എന്റെ പ്രണാമത്തിനുള്ള ഉത്തരം ക്രോധം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഗുരു? ഞാൻ അങ്ങയുടെ വളർത്തുപുത്രനാണ് ഗുരു. അങ്ങയുടെ ആശീർവാദത്തിനുള്ള ഇച്ഛയുമായി വന്നതാണ്. അങ്ങന്റെ ഗുരുവായിട്ട് കൂടി മുഖം തിരിച്ചിരിക്കുകയാണോ? ഇങ്ങോട്ട് നോക്കിയാലും ഗുരുദേവ, ഇങ്ങോട്ട് നോക്കിയാലും ഗുരുദേവ. ഞാൻ അവിടുത്തെ ഇച്ഛയനുസരിച്ച് സഹോദര ലക്ഷ്മിയെയും സ്യാലൻ വിഷ്ണുവിനെയും എന്റെ ഭവനത്തിൽ നിന്നും വിട നൽകി അയച്ചു. വിട നൽകി കഴിഞ്ഞെന്നോ? പക്ഷെ അവരിവിടെ കൊണ്ടുവന്ന് നീ അതിഭയങ്കര തെറ്റ് ചെയ്തു. അതിന്റെ പരിണാമം നീ അനുഭവിക്കേണ്ടി വരും ജലന്ധര. നാം നമ്മുടെ ദിവ്യദൃഷ്ടി കൊണ്ട് ദർശിക്കുന്നു, നിന്നിൽ വിനാശത്തിന്റെ കരിനിഴൽ വീശിയിരിക്കുന്നു. അതിനാൽ ഭഗവാൻ ശിവനെ പ്രീതനാക്കാനായി നാം ഈ ശിവേഷ്ടിയജ്ഞം നടത്തുന്നു. ശിവേഷ്ടിയജ്ഞം വിനാശത്തിന്റെ കരുതൽ അകറ്റുവാനായി. ഗുരു, ഇതുമൂലം വിനാശത്തിന്റെ കരുതൽ നീങ്ങുകയില്ല, അത് അധികം ഘനം പ്രാപിക്കും. ശിവൻ നമ്മുടെ എല്ലാം ശത്രുവാണ്. അയാളെ പ്രസന്നനാക്കുകയല്ല, അയാളെ പരാജയപ്പെടുത്തുകയാണ് വേണ്ടത്. ഞാൻ അയാളെ പരാജയപ്പെടുത്തും. അയാളുടെ സുന്ദരിയായ പത്നി പാർവതിയെ എന്റെ മഹാറാണിയാക്കും. നിന്റെ സർവനാശം നിന്റെ ഉള്ളിലിരുന്ന് സംസാരിക്കുന്നു. നിന്നെ ഇനി മഹാകാലനിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല. നമുക്ക് കൂടി കഴിയില്ല. അദൂരദർശി, ബുദ്ധിയും വിവേകവും നിന്നെ കൈവടിഞ്ഞെന്നോ? ഇത്ര ഉത്തേജിതനാകരുത് ഗുരു. ഞാൻ എന്താണ് താങ്കളോട് പറഞ്ഞത്? താങ്കൾ ഇത്രയധികം എന്നോട് കോപിക്കുവാനായി? പാപം ചെയ്യുന്ന പാപിക്കൊരിക്കലും അറിവുണ്ടാകാറില്ല താൻ പാപം ചെയ്യുകയാണെന്ന്. നിന്റെ സ്ഥിതിയും അതുതന്നെയാണ്. നാം അസുരന്മാരാണെങ്കിൽ തന്നെ നമുക്ക് ചില രീതിയും നീതിയും സിദ്ധാന്തവുമുണ്ട്. പാർവതി ജഗത്മാതാ ജഗദംബയാണ്. ശിവൻ നമുക്ക് പൂജനീയനും. അവർക്കെതിരെ കുൽസിതഭാവം പുലർത്തുന്നവർക്ക് ഒരിക്കലും മംഗളം സംഭവിക്കില്ല. അവരെക്കുറിച്ച് നിന്റെ മനസ്സിലെ ദുർവിചാരം കളയൂ ജലന്ധര. ഗുരു, ഞാൻ അത്ര ബുദ്ധിയില്ലാത്ത ശിഷ്യനൊന്നുമല്ല. ഗുരുവിന്റെ എല്ലാവിധ ഉപദേശങ്ങളും മാനിക്കുവാനായി പാർവതി എന്റെ റാണിയാക്കാനുള്ള എന്റെ നിശ്ചയം ഉറച്ചതാണ്. ആ കാര്യത്തിനായി ഞാൻ രാഘുവിനെ കൈലാസത്തിൽ അയച്ചു കഴിഞ്ഞു. അവൻ ചെന്ന് ശിവനോട് പറയും, പാർവതിയെ നമുക്ക് സമർപ്പിക്കാൻ. രാഹു അവിടെ ചെന്ന് ശിവനോട് പാർവതി ആവശ്യപ്പെടുമെന്നോ? തീർച്ചയായും ആവശ്യപ്പെടും. അപ്പോൾ ശിവൻ നേരായ മാർഗത്തിൽ എന്റെ ആവശ്യം സ്വീകരിക്കാതെ പാർവതിയെ നമുക്ക് സമർപ്പിക്കാതിരുന്നാൽ നാം കൈലാസത്തിൽ ആക്രമണം നടത്തും. പാർവതിയെ ബലാത്കാരേണ അപഹരിച്ചു കൊണ്ടുവരും. മതി ജലന്ധര, മതി. എനിക്കധികം കേൾക്കാനാവില്ല. തന്റെ മനസ്സും വാക്കും നിയന്ത്രണത്തിലാക്കൂ. തന്റെ ഇച്ഛയ്ക്കും കാമത്തിനും നിയന്ത്രണം വരുത്തൂ ജലന്ധര. പാർവതി നിനക്ക് മാതൃതുല്യയാണ്. അവരെ കുറിച്ച് ഇങ്ങനെ വിചാരിക്കുന്നതേ ഘോര പാപമാണ്. അവരെ മതിയാക്കൂ ഗുരു, ധാരാളമായി. ഞാൻ എന്റെ പത്നിയാക്കാൻ ഉദ്ദേശിക്കുന്നവളെ താങ്കൾ പറഞ്ഞ എന്റെ മാതാവാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. മാതാവ് ആരെന്നറിയാമോ? പുത്രന് സ്വന്തം ഗർഭത്തിൽ ജന്മം നൽകുന്നവൾ. വീണ്ടും വീണ്ടും മാതാവ് മാതാവ് എന്ന് പുലമ്പി എന്നെ ഭ്രമത്തിലാഴ്ത്തുന്നതിന് പരിശ്രമിക്കേണ്ട ഗുരു. ഞാനിവിടെ മാതാവും പുത്രനുമാകാനുള്ള മോഹത്തിൽ വന്നവനല്ല. ഞാനിവിടെ പാർവതിയുടെ പതിയാകാനുള്ള ഇച്ഛയുമായി വന്നവനാണ്. എന്റെ ആ ലക്ഷ്യപ്രാപ്തിക്കുള്ള പ്രവർത്തനത്തിൽ താങ്കൾക്ക് എന്നെ സഹായിക്കേണ്ടി വരും ഗുരു. ഒരിക്കലുമില്ല. ഈ പാപകർമ്മത്തിൽ നാം ഒരിക്കലും നിന്റെ സഹായിയാകയില്ല.
തനനനനന തും തനനനനന തും തനനനന തും തനനനന